നമസ്കാരം, ഞാൻ സജി മാത്യു. സ്ഥിരമായിട്ട് നമുക്ക് വരുമാനം ലഭിക്കണം, അതോടൊപ്പം തന്നെ 4 ടൈപ്പ് ഹോർമോണുകൾ നമ്മുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുവാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ, സെറട്ടോണിൻ. ഈ 4 ടൈപ്പ് ഹോർമോണുകൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ 6 ടൈപ്പ് ആളുകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കേണ്ടതാണ്. ഒന്നാമതായിട്ട് നമ്മൾ മാറി നിൽക്കേണ്ടത് എനർജി ട്രെയിനേഴ്സായ ആളുകളിൽ നിന്നും ആണ്. നമ്മളെ മുന്നോട്ട് പോകാൻ നമ്മളെ സമ്മതിക്കാതെ നമ്മുടെ പുറകോട്ട് വലിക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളതെങ്കിൽ ആ ടൈപ്പ് ആളുകളിൽ നമ്മൾ മാറി നിൽക്കണം. രണ്ടാമതായിട്ട് ഫേക്കായിട്ട് കോംപ്ലിമെൻ്റ് നൽകുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റും നിൽക്കുന്നതെങ്കിൽ അവരിൽ നിന്ന് മാറി നിൽക്കുക. ഫേക്കായിട്ട് കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നവർക്ക് തോന്നിയാലും അത് അവർ കാണാതെ കോംപ്ലിമെൻ്റായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഫേക്കായിട്ട് ശരിയായ രീതിയിലല്ലാത്ത എല്ലാ കോംപ്ലിമെൻറ്റ്സും നൽകുന്ന ആളുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. മൂന്നാമതായിട്ട് പെസിമിസ്റ്റുകൾ, നമ്മളെ അവരുടെ നേട്ടത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും അവരുടെ ആവശ്യം കഴിഞ്ഞാൽ നമ്മളെ ഉപേക്ഷിക്കുകയും പിന്നീടും അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ മാത്രം നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. നാലാമതായിട്ട് ക്രിട്ടിസൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. നല്ല കാര്യങ്ങൾ ഒന്നും അവർ കാണാതെ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ നമ്മളുണ്ടെങ്കിൽ അത് ഉയർത്തി കാണിക്കുന്നതും അതേക്കുറിച്ച് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾ ആണ് എങ്കിൽ അവരിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. അഞ്ചാമതായിട്ട് മാനിപ്പുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവരുടെ കയ്യിലെ ഒരു പാവയെപ്പോലെ അവർ നമ്മളെ കരുതുന്നു. അവർ പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നും പോകാൻ അവർ അനുവദിക്കുന്നില്ല. അങ്ങനെ ഉള്ള ആളുകളിൽ നമ്മൾ മാറി നിൽക്കണം. ആറാമതായിട്ട് വിക്ടിംസ് എന്ന് പറഞ്ഞാൽ ഇരവാദം ഉന്നയിക്കുന്ന ആളുകൾ. അവർ എപ്പോഴും മറ്റുള്ളവരുടെ സഹതാപം ആഗ്രഹിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് കാരണം മറ്റുള്ളവരാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളിൽ നിന്നും മാറി നിൽക്കുക. ഇനി നമുക്ക് ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് ഹാപ്പി ഹോർമോൺസ് കൂടുവാൻ കാരണമാകും എന്നതിനെക്കുറിച്ചും ഏതൊക്കെ രീതിയിലുള്ള ഇൻകം നമ്മുടെ ലൈഫിൽ ഉണ്ട് എങ്കിൽ നമുക്ക് സന്തോഷകരമായിരിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ചും പിന്നീട് ചിന്തിക്കാം. നന്ദി, നമസ്കാരം.